ക്യാമറയ്ക്ക് നോക്കിയിട്ട് ചിരിക്കും. എന്നിട്ട് ഇതാ കാണുന്ന മാങ്ങമരം ഉണ്ടല്ലോ. അങ്ങനെ ഞായറാഴ്ച ദിവസമായിട്ട് മതിയോളം ഉറങ്ങി എണീറ്റിരിക്കുന്ന ഒരു കോലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീറ്റത് 8 മണിക്കായിരുന്നു കേട്ടോ. ഒരാഴ്ചത്തെ ക്ഷീണം ഫുള്ളായിട്ട് ഉറങ്ങി തീർത്തിട്ടാണ് ഞാൻ എണീറ്റത്. ഇന്നിപ്പോൾ നമ്മുടെ പാടത്ത് ഞാറ് നടാനായിട്ട് പണിക്ക് 3-4 ആൾക്കാർ വരുന്നുണ്ടെന്ന് രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ വീട്ടിലെ പണിയൊക്കെ ഒരുങ്ങി നേരത്തെ തന്നെ പാടത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എണീക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും അവരവരുടെ ജോലി നോക്കി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ സൺഡേ ആണല്ലോ ഫ്രീ. അതുകൊണ്ട് ഞാൻ മെല്ലെ എണീറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ പതിവ് പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. താളി തേക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടില്ല കേട്ടോ. കാരണം എല്ലാ സൺഡേയും അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഈ ആഴ്ച ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങണമെന്ന് വീണ്ടും എനിക്ക് തോന്നി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരൊറ്റ ഉറക്കം ഉറങ്ങി എണീക്കുന്നത് പിന്നെ 4:45 ആകുമ്പോഴാണ് കേട്ടോ. അപ്പോഴുണ്ട് അമ്മ ദേ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ചായയും വെച്ച് പാടത്ത് പോകാനായിട്ട് നിൽക്കുമായിരുന്നു. എന്നാൽ പിന്നെ അത് ഞാൻ പോയി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ കൂടെ ഒരുങ്ങിക്കെട്ടി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാടം. ദേ ഞാറ് നടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ രാവിലെ മുതൽ വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ സൺഡേ ഒരു ദിവസം ലീവല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഉറങ്ങി തീർത്തു. ഇപ്പോൾ ഏകദേശം ടൈം 4:50 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ പണി കഴിഞ്ഞ് പോകാനായി. ഞാൻ ഇപ്പോഴാണ് വരണത്. ഞാൻ എന്തായാലും അവരെയൊക്കെ കാണിച്ചു തരാം. ഞാൻ പോകുന്ന സമയത്ത് ഒരു കണ്ടത്തിൽ പാതി മുക്കാലോളം എല്ലാം തീർന്നു, ഞാറ് നട്ട് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ഭാഗം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി ഭാഗം ചെയ്ത് തീർക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 പേരായിരുന്നു കേട്ടോ പണിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, വിശേഷങ്ങൾ എന്തൊക്കെയാണ്, മക്കൾ എത്ര പേരാണ്, കല്യാണം കഴിഞ്ഞോ അല്ലയോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറേ നേരം അവരുടെ കൂടെ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ വന്നിരിക്കുന്നത് കുംഭകോണം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടോ. തമിഴാണ് സംസാരിക്കുന്നത്. അമ്മ അത് അവർക്ക് ചായയും കൊടുത്ത് അവരോട് വിശേഷങ്ങളൊക്കെ സംസാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തോടെ കഴിയില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇതുവരെ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. പിന്നെ ഈ ഒരു കണ്ടം ഫുള്ളായിട്ട് ഇനി ഞാറ് നടാനും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നടണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം ആയതുകൊണ്ട് 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവരിറങ്ങും. ഇനി നാളെ വീണ്ടും വന്നിട്ട് ബാക്കിയുള്ള ജോലി തീർക്കും. ഈ കാണുന്നതാണ് നമ്മുടെ വിത്ത് വെച്ച സ്ഥലം, അതായത് ഞാറായിട്ട് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഇനി ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തുള്ള പോർഷനൊക്കെ വലിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവരിവിടെ കൊണ്ട് നട്ടുകൊണ്ടിരിക്കുന്നത്, ഞാറ് നടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗവും കൂടി ഫില്ല് ചെയ്യാനിട്ടുണ്ട്. കുറേ നാളായിട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഫീല്. ഒന്നാമത് ഈ ടൈമിൽ വന്നതുകൊണ്ട് വെയിലൊന്നുമില്ല, നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു കാറ്റ്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു പാടത്തേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ ഇവരിങ്ങനെ കണ്ടമൊക്കെ പൂട്ടിക്കഴിഞ്ഞതുകൊണ്ട് ആ ഒരു ചെളിൻ്റെ മണവും ഭയങ്കര നല്ല രസമുള്ള ഫീല്. കുറേ കാലങ്ങൾക്ക് ശേഷം വന്നുകൊണ്ട് പ്രത്യേകിച്ച് എന്തൊരു ഹാപ്പിനെസ്സൊക്കെ തോന്നുകയാണ്. പണ്ടൊക്കെ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ കൂടെയോ അനിയത്തിൻ്റെ കൂടെയൊക്കെ പിണങ്ങിയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കരഞ്ഞിട്ട് പാടത്ത് വരും. എന്നിട്ട് ഇതാ കാണുന്ന മാങ്ങമരം ഉണ്ടല്ലോ, ഇതേ അവിടെ പോയി അതിന് താഴെ ഇരുന്നിട്ട് സങ്കടമൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്കൊക്കെ സംസാരിക്കും. ഫസ്റ്റ് ചെറുതായിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ സങ്കടമൊക്കെ തീരുമ്പോഴായിരുന്നു തിരിച്ച് വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ. സൂപ്പറായിരുന്നു ആ ഒരു കാലം. ഇപ്പം മടിയാണ്, ഇപ്പം ചെളിയിൽ ഇറങ്ങാനൊക്കെ മടിയാണ്. പണ്ട് കളിക്കുകയാണെന്ന് പറഞ്ഞിട്ടൊക്കെ അമ്മ ഇറങ്ങണ്ട ചെളിയിൽ ഇറങ്ങണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാൻ ഭയങ്കര ഒരിതാണ്. അപ്പോൾ പറഞ്ഞതൊന്നും കേൾക്കാതെ ചാടി മറിഞ്ഞ് ഡ്രസ്സിലും മേലത്തൊക്കെ ആക്കിയിട്ടൊക്കെ കളിക്കുമായിരുന്നു. ഇപ്പം ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും മടിയാണ്. ചെളിയായാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മടിയാണ്. അങ്ങനെയൊക്കെ ഒരു കാലം. ഈ കാണുന്ന ആൽമരം ഇല്ലേ, ഇതിപ്പം മുറിച്ച് മാറ്റിയതാണ്. ഫസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഏറ്റവും ഹൈറ്റിൽ വളർന്ന് താഴോട്ട് വരുന്നൊരു വള്ളി ഉണ്ടായിരുന്നു. അതിൽ ഊഞ്ഞാലാടി കളിക്കലായിരുന്നു മെയിൻ പരിപാടി. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനും അനിയത്തിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കളിക്കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരുമായിട്ട് ഇതിൻ്റെ ഒരു വള്ളിയിൽ തൂങ്ങി ആടി 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 കളിക്കും. വൈകുന്നേരം പോകുമ്പോഴത്തേക്കും കയ്യിൻ്റെ ഈ വിരലിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഭയങ്കര റെഡായിട്ട് ചിലപ്പോൾ പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവും. പിടിച്ച് ആടി കളിച്ചിട്ട് വെയിറ്റ് താങ്ങാതെയൊക്കെ. അങ്ങനെയൊക്കെ ഓരോ ഓർമ്മകൾ.
അങ്ങനെ കഥ പറഞ്ഞ് കുറേ നേരം പോയില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പാടത്തെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഈ വളഞ്ഞ് നിൽക്കുന്ന പനമരം ഉണ്ടല്ലോ, അതിലോട്ടൊക്കെ ഓടിച്ചാടി മറിഞ്ഞ് കയറി എത്രയോ തവണ ഞാൻ താഴെ വീണിട്ടുണ്ട് കേട്ടോ ചെറുതായിരിക്കുന്ന സമയത്ത്. ഇപ്പം ഞാൻ അതേപോലെ ഒന്ന് അമ്മയുടെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് അമ്മ എന്നെ ഒന്ന് വീഡിയോ എടുക്കമ്മ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞതാണ്. സത്യം പറയാലോ ഒരു ധൈര്യമില്ല, ഭയങ്കര പേടി. ഒന്ന് നടക്കാനാണെങ്കിലും അതിൽ പിടിച്ചിരിക്കാനാണെങ്കിലും ഭയങ്കര പേടി. വയസ്സായതിൻ്റെയൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറുതായിരിക്കും ഓടിച്ചാടി മറിഞ്ഞ് കളിച്ച മരത്തിൽ പോലും ഇപ്പോൾ ഒന്ന് പിടിച്ച് പതുക്കെ കയറാൻ പോലും ഭയങ്കര പേടിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ ദേ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണ്? പിന്നെ കുറച്ച് നേരം ഞാനും അമ്മയും കൂടെ വരുമ്പോഴത്തേരുന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യാമറയ്ക്ക് നോക്കി ശരിക്കും ക്യാമറയ്ക്ക് നോക്കിയിട്ട് ശരിക്കും മതി. ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് തികഞ്ഞില്ല കേട്ടോ ഞാറ്. അപ്പം അമ്മ വീണ്ടും ഇവിടെ നിന്ന് കുറച്ച് ഞാറെടുത്തിട്ട് അവർക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഫൈനലി ഇന്നത്തെ വർക്ക് ഇതേ ഇത്രയും കൂടിയേ ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. 6 മണിയായി. ആ കണ്ടത്തിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവരുടെ ഓണർ വിളിച്ചിട്ട് അരമണിക്കൂർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയം അവർ വെറുതെ ഇരിക്കേണ്ടെന്ന് കരുതിയിട്ട് നാളേക്ക് ബാലൻസ് ചെയ്യാനുള്ള ഞാറും കൂടി പറിച്ച് വയ്ക്കാമെന്ന് കരുതിയിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാടത്തുനിന്ന് വരുമ്പോൾ തന്നെ 7 മണിയായിട്ടോ. പക്ഷേ 7 മണിയായിട്ടുണ്ടെങ്കിലും നല്ല വെളിച്ചമുണ്ട്. ഇപ്പോൾ പകൽ കൂടുതലും രാത്രി കുറവുമാണെന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദേ ഞാൻ വന്നു. വീട്ടിൽ വന്ന് നല്ലൊരു ചായ വെച്ച് കുടിച്ചിട്ടുണ്ട്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീണ്ടും ഞായറാഴ്ച ലീവ് ഇതോടെ തീർന്നിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സൺഡേ കാണാം.